കൃഷ്ണ, അടുത്ത വാർത്തകളിലേക്കൊക്കെ പോകും മുമ്പ് നമ്മുടെ വലത്തുവശത്തേക്ക് ഒന്ന് നോക്കിയാലേ അപ്പം ഉണ്ട്, ഇഡലി ഉണ്ട്, പുട്ടുണ്ട്, പിന്നെ എന്താ എഴുതി വെച്ചേക്കണുണ്ടോ ചായ, കോഫി, അപ്പം, പൊറോട്ട, പുട്ട്, അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. നല്ല ചായ ഇങ്ങനെ തിളച്ചോണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ കുറെ നേരമായി കൃഷ്ണ ചായ കുടിക്കണം തോന്നല്. രാവിലെ വിശന്നിട്ട് പോയാ ചേട്ടാ രാവിലെ ചായ കുടിക്കാൻ ഇറങ്ങി. ഇവിടെ അടുത്താണോ വീട്? ഇവിടുത്തെ ചായക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അല്ലെ? ഇത് സമോവറാണോ ചേട്ടാ? സമോവറാണോ? പലർക്കും ഈ സമൂഹർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പുതുതലമുറയ്ക്ക് അറിയോന്ന് തന്നെ അറിയില്ല. എന്താ സമൂറിലെ ചായയുടെ പ്രത്യേകത? ചായ എടുക്കണത് നല്ലത്. ചേട്ടാ ഇങ്ങോട്ട് നോക്കിയാട്ടോ, നമ്മുടെ പ്രേക്ഷകരൊക്കെ ചേട്ടനൊന്ന് കാണട്ടെ. പേരെന്താ ചേട്ടന്റെ? എന്റെ പേര് രവീന്ദ്രൻ. രവീന്ദ്രൻ. ചായ അടിക്കുന്ന ചേട്ടന്റെ പേരെന്താ? പറയണോ? क्या नाम है आपका? अशरफुल आलम. अशरफुल आलम. मलयाली दिखता है. कहाँ से? हाँ मालूम. മലയാളം മാലൂമേ क्या? ആ, എന്താ ഇന്ന് രാവിലെ ഉള്ളത് കഴിക്കാനൊക്കെ? എന്തുണ്ട്? ഓ അപ്പം, പുട്ടു, ഇഡ്ഡലി. രാവിലത്തെ ഇതല്ലോ. രാവിലത്തെ അപ്പം, ഇഡ്ഡലി, പുട്ടു. അപ്പം, ഇഡ്ഡലി, പുട്ടു. കണ്ട മലയാളം നല്ല പുട്ടുമല്ല പറയുന്നു. വേറെ ചേട്ടന്മാരി ഇതിനകത്തുണ്ട് കേട്ടോ. ചേട്ടാ ഒന്ന് വരാ ചേട്ടാ, കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് പോവാന്ന് വിചാരിച്ചിട്ടാണ്. ചേട്ടന്റെ പേരെന്താ? ഇബ്രാഹിം. രാവിലെ എല്ലാ ദിവസവും വരും ഇവിടെ ചായ കുടിക്കാൻ വരും. നടക്കാറുണ്ട്. നടന്ന് ചായ മധുരമില്ലാതെയാണോ കുടിക്കുക? മാധവരാതെ ചായ കുടിക്കണം. നടക്കില്ല. ഞാൻ നടക്കും, 1 മണിക്കൂറോളം നടക്കും. അതെ, എന്തായാലും നല്ല നടപ്പ് എല്ലാ ദിവസവും തുടരട്ടെ. പിന്നെ ചോദിക്കാനുള്ളത്, ഇവിടെ നമ്മൾ ഈ വന്നിരിക്കുമ്പോഴേ സാധാരണ ഈ ചായക്കടയിൽ നിന്നിരിക്കുമ്പോൾ നമ്മൾ കുറച്ച് വാർത്തകളും രാഷ്ട്രീയവും ഒക്കെ ചർച്ച ചെയ്യാം. അങ്ങനെയൊക്കെ രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ. ബാക്കി എന്താ പറയാ ചോദിക്കാൻ കാരണം എന്താ ചേട്ടാ, ഈ പലപ്പോഴും നമ്മൾ നാട്ടിൻപുറത്ത് ഈ ചായക്കട ചർച്ചകളിൽ നിന്ന് രാഷ്ട്രീയമൊക്കെ അറിയാം. ഒരാളിരുന്ന് പറയാ അങ്ങനെയൊന്നുമില്ല. ഇവിടെ എല്ലാവരും ചർച്ച ചെയ്യാൻ, പൊതുവിൽ ചർച്ച ചെയ്യുന്ന സംഗതികളാണ്. അടിയൊക്കെ ഉണ്ടാവും? ഇല്ല, അതൊന്നുമില്ല. എല്ലാവരും സമയത്ത് ജീവിക്കുന്ന നാടാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല ഗ്രാമമാണ് അല്ലെ? കുഴപ്പമൊന്നുമില്ല. ഇത് ഇത് മണലിമുക്ക് NED റോഡാണ്. മെഡിക്കൽ കോളേജ് മണലിമുക്ക് റോഡ്. ശരി ചേട്ടാ, താങ്ക് യു. എന്തായാലും ഇവർ പറഞ്ഞത് വലിയൊരു പാഠമാണ് എല്ലാവർക്കും. അതായത് ഈ പറയുന്ന പോലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്, പക്ഷെ അത് അടിയിൽ കലാശിക്കില്ല. നമുക്ക് എല്ലാവർക്കും ഒരു പാഠമാണ്. അങ്ങനെയാണ് വേണ്ടത്. നമുക്ക് എല്ലാവർക്കും നിലപാടുണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, പക്ഷെ അസഹിഷ്ണുത പാടില്ല. അതിൽ നമ്മൾ വിരോധവും വൈരാഗ്യവും ഒന്നും വെച്ച് പുലർത്താൻ പാടില്ല. അപ്പൊ താങ്ക് യു ചേട്ടാ. ഞങ്ങള് വരാട്ടോ, ചായ കുടിക്കാൻ വരാം. അപ്പൊ കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു, കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ വാർത്ത അവസാന ഘട്ടത്തിലാണെങ്കിലും ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് PV അൻവർ MLA. അപ്പൊ ഇനി PV അൻവർ MLA എന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ ഇന്നൊന്ന് ഏകദേശം അറിയാൻ പറ്റുമെന്ന് തോന്നുന്നു. MLA സ്ഥാനം രാജിവെച്ചേക്കുമെന്ന അഭ്യൂഹം തള്ളാതെ PV അൻവർ ഇന്ന് രാവിലെ 9 മണിക്ക് സ്പീക്കറുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. രാവിലെ 9:30 വാർത്താ സമ്മേളനം നടത്തും. അപ്പോൾ നിർണായക പ്രഖ്യാപനം നടത്തും എന്നാണ് അൻവറിന്റെ അറിയിപ്പ്. PV അൻവർ MLAയുടെ രാഷ്ട്രീയ നാടകങ്ങളുടെ പുതിയ എപ്പിസോഡ്. മുന്നണി മാറ്റവും തുടർച്ചയായ വാർത്താസമ്മേളനങ്ങളും വെല്ലുവിളിയും ജയിൽവാസവും. ഏറ്റവും ഒടുവിലിത നിയമസഭാംഗത്വവും ത്യജിക്കാനൊരുങ്ങുന്നു. ഇന്ന് രാവിലെ 9 മണിക്ക് സ്പീക്കറെ നേരിൽ കണ്ട് രാജിക്കത്ത് നൽകുമെന്നാണ് സൂചന. MLA സ്ഥാനം രാജിവെച്ച് രക്തസാക്ഷി പരിവേഷത്തിനാണ് ശ്രമമെങ്കിലും മറ്റു വഴികളില്ലാതെയാണ് രാജി. തൃണമൂൽ കോൺഗ്രസിൽ അംഗത്വമെടുത്തതോടെ അയോഗ്യത ഒഴിവാക്കാനാണ് നീക്കം. സ്വതന്ത്ര MLAക്ക് മറ്റു പാർട്ടിയിൽ അംഗത്വമെടുക്കുന്നതിനുള്ള നിയമതടസ്സമാണ് പ്രശ്നം. അയോഗ്യത വന്നാൽ അടുത്ത 5 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിലും മത്സരിക്കാനാവില്ല. ഇത് മുന്നിൽ കണ്ടാണ് PV അൻവറിന്റെ രാജി തീരുമാനം. ഈ നിയമസഭാ കാലയളവ് തീരും വരെയും MLA ആയി തുടരുമെന്നായിരുന്നു അൻവറിന്റെ നേരത്തെയുള്ള പ്രഖ്യാപനം. തൃണമൂൽ കോൺഗ്രസിൽ അംഗത്വമെടുത്ത PV അൻവർ അയോഗ്യത നേരത്തെ അറിഞ്ഞിരുന്നില്ല എന്നാണ് സൂചന. പിന്നാലെ അംഗത്വമെടുത്തില്ല എന്ന വാദം നിരത്തിയെങ്കിലും അത് പൊളിഞ്ഞു. രാജ്യസഭാ അംഗത്വം ഉൾപ്പെടെ തൃണമൂൽ കോൺഗ്രസ് വാഗ്ദാനം ചെയ്തുവെന്നും PV അൻവറിന്റെ അടുപ്പക്കാർ പറയുന്നു. സ്പീക്കർക്ക് രാജിക്കത്ത് നൽകിയ ശേഷം രാവിലെ 9:30 തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിൽ വെച്ച് മാധ്യമങ്ങളെയും കാണും. 24 തിരുവനന്തപുരം. ഇവിടെ ഓട്ടോറിക്ഷയിലേ നല്ല പാട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അങ്ങോട്ട് ഒന്ന് പോയി നോക്കട്ടെ. ചേട്ടാ നല്ല അടിപൊളി പാട്ട് രാവിലെ തന്നെ. ഭക്തിഗാനങ്ങളല്ലേ? രാവിലെ വീട്ടിൽ നിന്ന് വരുമ്പോ വെച്ചിട്ടുണ്ടോ വരുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ബ്ലൂടൂത്തില് വാർത്ത കാണും. 24 കാണാറുണ്ട്. പിന്നെ 24ന്റെ സ്ഥിരം ഫോളോവറല്ലേ. എന്റെ പേര് അനീഷ്. ഈ നടക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണോ നോക്കുന്നത്, അതോ മറ്റു വാർത്തകളെല്ലാം കാണും. രാഷ്ട്രീയം കാണും, മറ്റുള്ള വാർത്തകളും എല്ലാ വാർത്തകളും കാണും. ഈ വാർത്തകളിലൊക്കെ ഇപ്പൊ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടല്ലോ, വളരെ സിമ്പിൾ ആയിട്ട് അവതരിപ്പിക്കുന്നു. അതൊക്കെ ചേട്ടൻ എങ്ങനെയാ അതിനെ നോക്കുന്നത്? വാർത്തകൾ സിമ്പിൾ ആയിട്ട് അവതരിപ്പിക്കുന്നത് നല്ലതാണ്.
മനസ്സിലാക്കാനൊക്കെ എളുപ്പമാണ്. പിന്നെ എളുപ്പമാണ്, എല്ലാ വാർത്തകളും കാണും. പ്രത്യേകിച്ച് ഓട്ടമൊക്കെ ഉണ്ടോ? ഓട്ടം കുറവാണ്, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോണ്. അത് രാവിലെ വരും. നല്ല ഓട്ടം കിട്ടട്ടെ. അതുപോലെ തന്നെ ചേട്ടൻ പൊതുവെ രാവിലെ ഓട്ടം കുറവാണ്. അല്ല, ഞാൻ പറഞ്ഞത് ഓട്ടം ഇന്ന് നല്ല ഓട്ടം കിട്ടട്ടെ, നല്ല ദിവസമായിട്ട്. രാവിലെ ഈ ഭക്തിഗാനം കേൾക്കുന്നത് നല്ലതാണ്, നമ്മുടെ മനസ്സിനൊരു ശാന്തി, ഒരു പോസിറ്റീവ്. ആയിക്കോട്ടെ. അപ്പൊ ശരി, നല്ലൊരു ദിവസം ചേട്ടൻ. അപ്പൊ അങ്ങനെയാണ് ഓരോരുത്തരും ഓരോ ദിവസം തുടങ്ങുന്നത് വ്യത്യസ്ത രീതിയിലാണ് അല്ലെ. എന്തൊക്കെ പറഞ്ഞാൽ ആ ഒരു പോസിറ്റീവ് തോട്ടോട് കൂടി ചില പാട്ടുകൾ കേട്ട് അങ്ങനെയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും ആ ദിവസം മുഴുവനും എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം. അതെ, മറ്റു വാർത്തകളിലേക്ക് പോകാൻ സമയമായിരിക്കുന്നു അല്ലെ. മറ്റു വാർത്തകളിലേക്ക് പോകാൻ സമയമായി എന്ന് പറയുന്നു. അടുത്ത വാർത്ത എന്താണ്? PV അൻവറിന്റെ വരവോടെ കേരളത്തിൽ വേരോട്ടം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ്. കേരളത്തിൽ സാന്നിധ്യം അറിയിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട കഥയാണ് തൃണമൂൽ കോൺഗ്രസിന്റേത്. 2000-ങ്ങളിൽ തന്നെ തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ നേരിയ തോതിൽ പ്രവർത്തനമാരംഭിച്ചിരുന്നു. 2009-2014 ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തി. ബംഗാളിൽ ഇടതുപക്ഷത്തെ തകർത്ത് അധികാരം നേടിയതിനു പിന്നാലെ മറ്റു സംസ്ഥാനങ്ങളിലേക്കും വളരാൻ തൃണമൂൽ കോൺഗ്രസ് ശ്രമം ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി കേരളത്തിലും കണ്ണുവെച്ചു. 2015-ൽ ശ്രമം കാര്യക്ഷമമാക്കി. സ്ഥാപക നേതാവ് മുകുൾ റോയിയുടെ നേതൃത്വത്തിൽ MLA-മാർ കേരളത്തിൽ പറന്നെത്തി. കൊച്ചിയിലെ നക്ഷത്ര ഹോട്ടലിൽ യോഗം. മുൻ MLA ജോസ് കുറ്റ്യാനി സംസ്ഥാന അധ്യക്ഷനായി കമ്മിറ്റി രൂപീകരിച്ചു. 2016 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ മത്സരിച്ചു. എന്നാൽ മമത പ്രതീക്ഷിച്ച മുന്നേറ്റം കുറ്റ്യാനിക്കും കൂട്ടർക്കും ഉണ്ടാക്കാൻ സാധിച്ചില്ല. പടവലം പോലെ താഴേക്കായിരുന്നു വളർച്ച. പിന്നീട് ജോസ് കുറ്റ്യാനി കോൺഗ്രസിലേക്ക് തിരിച്ചുപോയി. പിന്നാലെ വന്ന നേതൃത്വം അംഗങ്ങളുടെ കണക്കിലുൾപ്പെടെ വലിയ അവകാശവാദം ഉന്നയിച്ചെങ്കിലും അതൊന്നും യാഥാർത്ഥ്യമായിരുന്നില്ല. പാർട്ടിക്കുള്ളിൽ സാമ്പത്തിക ആരോപണങ്ങൾ കൂടി ഉയർന്നതോടെ കേന്ദ്ര നേതൃത്വം സംസ്ഥാന കമ്മിറ്റി മരവിപ്പിച്ചു. ഇന്ത്യ ശ്രദ്ധിക്കുന്ന നേതാവായി മമതാ ബാനർജി നിറഞ്ഞു നിൽക്കുമ്പോഴും ബംഗാളിന് പുറത്തേക്ക് വളരാൻ പാർട്ടിക്ക് സാധിച്ചിട്ടില്ല. കൊട്ടിഘോഷിച്ചിറങ്ങിയ ഗോവയിലും കൈപൊള്ളി. CPIM ബന്ധം ഉപേക്ഷിച്ചെത്തിയ PV അൻവറിലൂടെ കേരളത്തിൽ സാന്നിധ്യമുറപ്പിക്കാൻ തൃണമൂലിന് സാധിക്കുമോ? കാത്തിരുന്നു കാണണം. റിസർച്ച് ഡെസ്ക് 24. ഒരുപാട് അപകടങ്ങളുടെ വാർത്തകളൊക്കെ രാവിലെ വായിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർക്ക് ഭയങ്കര സങ്കടമാണ്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുത്തുന്ന വാർത്തകൾ രാവിലെ തന്നെ പറയുന്നതെന്ന്. നമുക്കും അങ്ങനെ തന്നെയാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ, സന്തോഷകരമായ വാർത്തകളൊക്കെ പങ്കുവയ്ക്കാനാണ് ആഗ്രഹം. പക്ഷേ ഇത് യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യം നിങ്ങളിലേക്ക് എത്തിക്കാതെ പറ്റില്ല. വാർത്തകൾ എന്ത് തന്നെയായാലും അത് നിങ്ങളിലേക്ക് എത്തിക്കേണ്ടിയിരിക്കുന്നു അല്ലെ. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയാലോ? നമുക്ക് പത്തനംതിട്ടയിലെ കേസിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഉണ്ട്. പത്തനംതിട്ടയിൽ പ്രായപൂർത്തിയാകാത്ത ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസ്, അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളൊക്കെ പ്രേക്ഷകർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. ഇന്ന് കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കും എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട പുതിയ വാർത്ത. ഇതുവരെ അറസ്റ്റിലായത് 28 പ്രതികളാണ്. DIG അജിത ബീഗത്തിന്റെ മേൽനോട്ടത്തിൽ രൂപീകരിച്ച 25-അംഗ സംഘം ജില്ലയ്ക്ക് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ശ്രീജിത്തുണ്ട്. ശ്രീകുമാരനാണ് ചേരുന്നത്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. സുഖകരമായ വാർത്തകൾ പങ്കുവയ്ക്കാൻ കഴിയാത്ത സാഹചര്യമാണ് അത്. ഇത് നമുക്ക് ഒരുപാട് ഞെട്ടലുണ്ടാക്കിയ ഒരു വാർത്തയാണ്. ഓരോ ദിവസവും ഇതിനെക്കുറിച്ച് പുറത്തു വരുന്നതും വലിയ ഞെട്ടലുണ്ടാക്കുന്നു. അന്വേഷണം ജില്ലയ്ക്ക് പുറത്തേക്കും വ്യാപിപ്പിക്കുന്ന ഒരു സാഹചര്യം. എന്താണ് ആ സാഹചര്യം? കൂടുതൽ വിവരങ്ങൾ. സ്മിത, ക്രിസ്റ്റീന, നല്ലൊരു ദിനം ആശംസിക്കുന്നു. എന്തായാലും നമുക്ക് രാവിലെ ഇങ്ങനെ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് തുടങ്ങാൻ മാത്രമേ ഇപ്പോൾ തരമുള്ളൂ. എന്തായാലും ഈ പ്രതികളുടെ എണ്ണം, ഇപ്പോൾ അറസ്റ്റിലായ പ്രതികളുടെ എണ്ണം 28 ആയി കഴിഞ്ഞു. അപ്പോഴാണ് FIR-ലെ വിവരങ്ങൾ പുറത്തു വരുന്നത്. ക്രൂരമായ പീഡനം നടന്നതിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയുടെ പരിസരവും ഉണ്ട്, ജനറൽ ആശുപത്രിയും ഉണ്ട് എന്ന വിവരമൊക്കെ ഇന്നലെ പുറത്തു വന്നിരുന്നു. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ശ്രമകരമായ കാര്യമാണ്. ഈ പെൺകുട്ടി 62 പേരുടെ അല്ലെങ്കിൽ 64 പേരുടെ പേരുകൾ വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവരെല്ലാവരും തന്നെ കേസിൽ പ്രതികളാണോ? പെൺകുട്ടി മറ്റെന്തെങ്കിലും തരത്തിൽ മൊഴിയിൽ വല്ല വൈരുദ്ധ്യങ്ങളും ഉണ്ടോ, വല്ല തെറ്റും പറ്റിയിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും പെൺകുട്ടിയെ ഇന്ന് വീണ്ടും കൗൺസിലിംഗ് നടത്തുമെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ വ്യക്തത വരുത്തിയ ശേഷം മാത്രം മതിയാകും മറ്റാളുകളിലേക്ക് കേസ് കൊണ്ടുപോകാനെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും പ്രതികളുടെ എണ്ണത്തിൽ ചെറിയ കുറവ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു 39 അല്ലെങ്കിൽ 40 ഒക്കെ നിർത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം പെൺകുട്ടിയുടെ അച്ഛന്റെ മൊബൈൽ ഫോൺ
നിന്ന് ലഭിച്ച നമ്പറുകളുടെ എണ്ണവും അവിടെ 40ഓളം മാത്രമേ ലഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. മറ്റ് ആളുകൾ കുട്ടിയെ എങ്ങനെ ബന്ധപ്പെട്ടു എന്ന ചോദ്യത്തിന് കുട്ടിക്ക് വ്യക്തമായ ഉത്തരവുമില്ല. അതുകൊണ്ടാണ് പോലീസ് അങ്ങനെ ഒരു നീക്കം നടത്തുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ശ്രമകരമായ ദൗത്യമാണ്. ഡിജിറ്റൽ തെളിവുകൾ അടക്കം കൈപ്പറ്റേണ്ടതുണ്ട്. നിലവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 28 പേരാണ് അറസ്റ്റിലായത്. 3 പേർ ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്. അതിൽ 2 പേർ ജുവനൈലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി കൂടുതൽ ആളുകൾ ഈ കേസിലുണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. പക്ഷേ അന്വേഷിച്ച് നടപടി എടുത്താൽ മാത്രം മതി എന്നാണ് മുകളിൽ നിന്ന് ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ശ്രമകരമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഡിജിറ്റൽ തെളിവുകൾ കണ്ടെത്തിയതിനു ശേഷം മാത്രമേ അറസ്റ്റ് അടക്കമുള്ള മറ്റു നടപടികളിലേക്ക് കടക്കൂ എന്നാണ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ അറസ്റ്റിലായ ആളുകളുടെ എണ്ണം 28 ആണ്. സ്മിത. ശരി, കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത് ശ്രീജിത്ത് ശ്രീകുമാരനാണ്. ഇനി നമ്മൾ മലപ്പുറത്തോട്ട് പോയാലും സമാനമായ ഒരു ആ വാർത്തയിലേക്ക് പോകും മുൻപ് ഒരൊറ്റ കമന്റ് വായിച്ചോട്ടെ. വൈശാഖ് നായർ പറയാണ്, ചേച്ചി ഫോണും നോക്കി നടക്കുന്നതൊക്കെ കൊള്ളാം, കേരളത്തിലെ റോഡാണ്, ലാസ്റ്റ് ഓടയിൽ വീഴല്ലേ എന്ന്. പക്ഷെ കേരളത്തിലെ റോഡാണെന്ന് പറയുമ്പോഴും നമ്മളിങ്ങനെ ദൂരയാത്രയൊക്കെ ചെയ്യുമ്പോൾ കേരളത്തിലെ റോഡുകൾ ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈവേ വികസനം വന്നതോടുകൂടി പലയിടങ്ങളിലും റോഡുകൾ വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പലയിടങ്ങളിലും റോഡ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് റോഡ് ബ്ലോക്കുകൾ ഉണ്ടാകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ കേരളത്തിലെ എല്ലാ റോഡുകളുടെയും നിർമ്മാണമൊക്കെ പൂർത്തിയായി എല്ലാ കാര്യങ്ങളും മെച്ചപ്പെടുന്നു. എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ പലപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പോകും. അത് മനുഷ്യരുടെ ഒരു പ്രകൃതമാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും ഈ ഓടയിൽ വീഴുന്ന 1-2 കാര്യങ്ങൾ കണ്ടിട്ട് നമ്മുടെ റോഡുകളുടെ പുരോഗതി, അതിൻ്റെ ഒരു ക്വാളിറ്റിയൊക്കെ നന്നായിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനം കൈവരിക്കുന്ന ഓരോ മേഖലയിലും കൈവരിക്കുന്ന വികസനങ്ങൾ അതൊന്നും നമ്മൾക്ക് കണ്ടില്ലെന്ന് പ്രശ്നങ്ങളുള്ള റോഡുകളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പ്രശ്നങ്ങളുള്ള റോഡുകളുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ ഈ കോട്ടയത്ത് നിന്നൊക്കെ പോയിട്ട് വരുമ്പോൾ ഞാൻ കാരിത്താസിന്റെ അവിടെ താമസിക്കുമ്പോൾ പലപ്പോഴും ഈ റെയിൽവേ ക്രോസിന്റെ അവിടെ ബ്ലോക്കിൽ പെട്ട് ഒരുപാട് സമയം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അവിടെ വരുമ്പോൾ വളരെ മനോഹരമായിട്ട് അവിടെ ഒരു മേൽപ്പാലം വന്നിട്ടുണ്ട്. അതുവഴി നമുക്ക് വളരെ സ്പീഡിൽ മെഡിക്കൽ കോളേജ് എല്ലായിടത്തും. അതെ അതെ അതെ. നമുക്ക് മറ്റേ വാർത്തയിലേക്ക് പോകാം. അതും സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ്. കഴിഞ്ഞ ദിവസം വന്ന വാർത്തയുടെ തുടർ വാർത്ത. മലപ്പുറം അരീക്കോട് മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കോഴിക്കോട് ചികിത്സയിലാണ് യുവതി. മനോനില വീണ്ടെടുത്താൽ യുവതിയുമായി തെളിവെടുപ്പ് പൂർത്തിയാക്കി സാഹചര്യ തെളിവുകൾ ശേഖരിക്കുകയാണ് പോലീസിന്റെ ലക്ഷ്യം. തുടർന്നായിരിക്കും അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക. കൊണ്ടോട്ടി ഡിവൈഎസ്പി KC സേതുവിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. നാട്ടുകാരും അകന്ന ബന്ധുക്കളും അടക്കം 8ഓളം പേർ ചേർന്നാണ് യുവതിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയത്. കേസിലെ മുഖ്യപ്രതി യുവതിയെ പലർക്കായി കാഴ്ചവെച്ചുവെന്നാണ് ഫസ്റ്റ് ഇൻഫോർമേഷൻ റിപ്പോർട്ട്. അപ്പോൾ നടി ഹണി റോസിന്റെ പരാതിയിൽ അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഈശ്വർ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചേക്കും. ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് രാഹുൽ ഈശ്വർ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എറണാകുളം സെൻട്രൽ പോലീസിലാണ് ഹണി റോസ് പരാതി നൽകിയത്. തൃശൂർ സ്വദേശിയും രാഹുലിനെതിരെ പരാതി നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത കൂടെയുണ്ട് അല്ലേ? അതെ, ജയിലിൽ കഴിയുന്ന ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ നാളെ ഹൈക്കോടതി പരിഗണിക്കും. നിലവിൽ എറണാകുളം ജില്ലാ ജയിലിലാണ് ബോബി ചെമ്മണ്ണൂർ. കേസിൽ കൂടുതൽ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് അന്വേഷണ സംഘം. അതേസമയം രാഹുൽ ഈശ്വറിനെതിരെ ഹണി റോസ് നൽകിയ പരാതിയിൽ ഇതുവരെ കേസ് എടുത്തിട്ടില്ല. പ്രാഥമിക അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ബിസിനസ് കോൺക്ലേവ് നടന്നല്ലോ. അപ്പോൾ ബിസിനസ് കോൺക്ലേവിൽ നമ്മുടെ കേന്ദ്രമന്ത്രി ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി ഓൺലൈനായി ചേർന്നിരുന്നു. ഞാൻ ഒന്നുകൂടെ പറയാം, എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് അരുൺ പറഞ്ഞത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ നടന്ന ബിസിനസ് കോൺക്ലേവിൽ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ഒരു അതിഥിയായി നമ്മളോടൊപ്പം ചേർന്നിരുന്നു. വളരെ സന്തോഷപൂർവ്വം നമ്മുടെ സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ ആ വേദിയിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ സാധാരണക്കാർ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഭയങ്കര അടിയുണ്ടാക്കും. പക്ഷേ ആ വേദിയിൽ എത്ര സന്തോഷത്തോടു കൂടെയാണ് 2 മന്ത്രിമാർ 2 പാർട്ടിയെ പ്രതിനിധാനം ചെയ്യുന്നവർ. അപ്പോൾ കേരളത്തിന് ഒരു 20,000 കോടിക്ക് മേലുള്ള ബില്ല് പാസ്സാക്കി നൽകുമെന്ന് കേന്ദ്രമന്ത്രി ഉറപ്പു നൽകി. അപ്പോൾ ഒരു കത്ത്, അതായത് മുഖ്യമന്ത്രിയുടെ ഒരു കത്ത് അവിടെ ചെല്ലേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം വളരെ പ്രധാനമാണ്. വികസനത്തെ രാഷ്ട്രീയവൽക്കരിക്കരുത്. വികസനത്തിന് രാഷ്ട്രീയമില്ല. അത് ഏത് പാർട്ടി ആയാലും ജനങ്ങളുടെ വികസനമായിരിക്കണം. അപ്പോൾ എന്നെ ആഹ്ലാദിപ്പിച്ചത് ഈ 2 പാർട്ടികളെ പ്രതിനിധാനം ചെയ്യുന്ന മന്ത്രിമാരും വളരെ സ്നേഹത്തോടെയും സമവായത്തോടെയും ഒരേ വേദിയിൽ അവർക്ക് സംസാരിക്കാമെങ്കിൽ എന്തുകൊണ്ട് സാധാരണക്കാരായ നമുക്കത് സാധിക്കുന്നില്ല എന്ന് ചിന്തിക്കുക. അതുമാത്രമല്ല, കേന്ദ്രമന്ത്രി പറഞ്ഞ ആ ഒരു കാര്യമുണ്ടല്ലോ, രാഷ്ട്രീയം എന്ന് പറയുന്നത് ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ സമയത്ത് മാത്രമേ ഉള്ളൂ. തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ നമുക്ക് ഒരുപോലെയാണ്. അതെ. അടുത്ത വാർത്തയിലേക്ക് പോകുമ്പോൾ ശരണം സന്നിധാനമാണ് എന്ന്
വിശ്വസിക്കുന്നു. ശബരിമലയിലേക്ക് നമുക്ക് പോകാം. ശരണം സന്നിധാനം. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ശബരിമലയിലേക്ക് പോവാണ്. മകരവിളക്ക് ദർശനം നാളെയാണ്. സന്നിധാനത്തേക്ക് തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിച്ചിരിക്കുന്നു. സൂര്യൻ ധനുരാശിയിൽ നിന്ന് മകരരാശിയിലേക്ക് കടക്കുന്ന നാളെ രാവിലെ 8:45 മകര സംക്രമ പൂജയും അഭിഷേകവും ഉണ്ടാകും. അയ്യപ്പന് ചേർത്താനുള്ള തിരുവാഭരണ ഘോഷയാത്ര നാളെ വൈകിട്ട് സന്നിധാനത്തെത്തും. രാഹുൽ സുരേഷ് ഉണ്ട് സന്നിധാനത്ത് നിന്ന്. രാഹുൽ, വെരി 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 ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ്, അതുകൊണ്ട് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഒക്കെ ഇരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. അവിടെ ഭക്തജന തിരക്കും കൂടുന്നുണ്ടല്ലോ. മകരവിളക്കിനുള്ള ഒരുക്കങ്ങളും പുരോഗമിക്കുന്നു. വിവരങ്ങൾ. ക്രിസ്റ്റീന, സ്മിത, വെരി ഗുഡ് മോർണിംഗ്. ശബരിമല സന്നിധാനത്ത് മകരവിളക്കിന് വേണ്ട ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ്. ഇന്നലെ രാവിലെ വരെ അല്പം തിരക്ക് കുറവുണ്ടെങ്കിലും ഇന്ന് ആ തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് ഈ മകരവിളക്ക് ദർശനത്തിന് വേണ്ടി വിവിധ ഇടങ്ങളിൽ നിന്ന് എത്തിയ തീർത്ഥാടകർ വിരിവെച്ച് കുടിൽ കെട്ടി കഴിയുന്ന കാഴ്ചകൾ കൂടിയാണ്. ദിവസങ്ങളായി ഇവരിങ്ങനെ ഇവിടെ കഴിയുകയാണ്. ഭക്തിസാന്ദ്രമായ ഒരു നിമിഷങ്ങളിലൂടെയാണ് തീർത്ഥാടകർ കടന്നു പോകുന്നത്. അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള യാത്ര അല്പസമയത്തിനുള്ളിൽ, രണ്ടാം ദിനത്തെ യാത്ര അല്പസമയത്തിനുള്ളിൽ പുനരാരംഭിക്കും. അയിരൂർ ക്ഷേത്രത്തിൽ നിന്നാണ് ഇന്നത്തെ യാത്ര പുനരാരംഭിക്കുന്നത്. ലാഹ ദേവസ്വം ബോർഡിന്റെ സത്രത്തിലായിരിക്കും ഇന്ന് വൈകിട്ട് അവർ വിശ്രമിക്കുക. നാളെ വൈകിട്ട് ശരംകുത്തിയിൽ 5:30 തിരുവാഭരണ ഘോഷയാത്ര എത്തും. തുടർന്ന് അവിടെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ അവിടെ സ്വീകരണം നൽകി വൈകിട്ട് 6:30 ഘോഷയാത്ര ശബരിമല സന്നിധാനത്തെത്തും. അതിനുശേഷമായിരിക്കും വിശേഷാൽ ദീപാരാധന. ഏതായാലും വലിയ തിരക്ക് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകളിലേക്ക്. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. വയനാട്ടിലെ അമരക്കുനിയിലേക്ക് പോവുകയാണ് നമ്മൾ. അവിടെ വീണ്ടും കടുവ ആക്രമണം ഉണ്ടായി. കൂട്ടിൽ കെട്ടിയ ആടിനെ കടുവ കൊന്നു എന്ന വാർത്ത നമ്മൾ രാവിലെ തന്നെ പറഞ്ഞിരുന്നു. ഉടൻ തന്നെ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ശ്രമത്തിലാണ് വനപാലകർ. സുർജിത്ത് വീണ്ടും ചേരുകയാണ്. സുർജിത്ത്, വീണ്ടും വെരി ഗുഡ് മോർണിംഗ്. ഈ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ഒരു ശ്രമത്തിലാണല്ലോ. പുതിയ അപ്ഡേറ്റ് എന്താണ്? ആ സ്ഥലത്താണ് ഞാൻ എത്തിയിട്ടുള്ളത്. കേശവൻ എന്ന് വിളിക്കുന്ന ദേവർഗദ്ദ എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് അമരക്കുനിക്ക് ഏതാണ്ട് ഒരു കിലോമീറ്റർ മാത്രം ചുറ്റളവിലുള്ള പ്രദേശമാണിത്. ഇവിടെ ആണ് ഈ കടുവയുടെ ആക്രമണം ഉണ്ടായത്. ഈ നിൽക്കുന്ന സ്ഥലത്തു കൂടി കടുവ എത്തുകയും പിന്നീട് അത് നേരെ കയറുന്നത് ഈ തൊഴുത്തിലേക്കാണ്. ഇവിടെ ഈ ആടിനെ കെട്ടിയിരുന്നു. മൊത്തം 4 ആടുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ തള്ളയാടിനെയാണ് പിടിച്ച് കൊണ്ടുപോയത്. അതായത് നമുക്ക് കടുവ ഈ വലിച്ച ആ പാട് കാണാം, അതായത് ആ സ്ഥലം കാണാം. ഇവിടെ ആ അഴിയായി ഇട്ടിട്ടുള്ള ആ വടിയടക്കം വലിച്ച് പൊട്ടിച്ച് നേരെ ഇവിടെ നിന്നും ആ കയർ ഉൾപ്പെടെ നമുക്ക് കാണാൻ കഴിയുന്നു. അത് നേരെ വലിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അതിൽ അവിടെ ഈ ആടിന്റെ രോമം ഉൾപ്പെടെ കാണാൻ കഴിയുന്നുണ്ട്. ഇതിനുശേഷം ഇതിന്റെ പുറകോട്ട് വലിച്ച് കൊണ്ടുപോവുകയാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് ഇവർ പറയുന്നത്. ഇതിനുശേഷം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുകയും നിലവിൽ കൂട് സ്ഥാപിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കേശവൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്, ഒപ്പം തന്നെ നാട്ടുകാരും ഇവിടെയുണ്ട്. എന്തായാലും കേശവനോട് തന്നെ ചോദിക്കാം, എന്താണ് സംഭവിച്ചത്? ശരിക്കും സംഭവിച്ചത് ഞങ്ങൾ പുറത്തിറങ്ങിയതായിരുന്നു. കയറി ചായവെള്ളം അനച്ച് കുടിച്ച് എന്ന് ലൈറ്റ് അണച്ച് കിടന്നപ്പോൾ ശബ്ദം കേട്ടു, പൊട്ടപ്പൊട്ടോന്ന് ശബ്ദം കേട്ടു. അത് പെണ്ണുങ്ങൾ പറഞ്ഞു അത് കടുവ വന്നിട്ട് തോന്നുന്നു, ആടിനെ പിടിച്ചു എന്ന് പറഞ്ഞു. അന്നേരം ചാടി കാണുമ്പോൾ ഇവിടെ എത്തി കടുവ, ആടിനെ പിടിച്ചു. അവിടെ പിടിച്ചിട്ട് കാണാൻ പറ്റി. എന്നിട്ട് ഞാൻ പിടിച്ചോണ്ടിങ്ങ വന്നു കടുവ നമുക്ക് ആടിന്റെ പുറകെ പോകുന്ന ഓടി പോവുമായിരുന്നു. അപ്പൊ ഞാൻ ഇതിനെ പിടിച്ച് വലിച്ചോണ്ടിങ്ങ പോകുന്ന അല്ല ചേട്ടനെ. അല്ലെങ്കിൽ ഇത് കടുവയുടെ പുറകെ ഓടിപ്പോയി എന്താക്കുമെന്ന് ഓർത്ത് ഞാൻ ഓടി ഇറങ്ങി അവിടെ ചെന്നിട്ട് ഇങ്ങനെ പിടിച്ച് വലിച്ചോണ്ട് വന്നു മാവിൻ്റെ അവിടെ നിന്ന്. കണ്ടത് അവര് പോസ്റ്റർമാരാണ് ജടം കണ്ടത്. ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോയില്ല. പിന്നെ ഞങ്ങൾ രൂ ഒക്കെ പിന്നെ പെട്ടെന്ന് വിളിച്ചു. രൂ ഒച്ച കേട്ടെന്ന് പറഞ്ഞു. അതിലെ വലിച്ചോണ്ട് പോണ ഒച്ച രൂ ഒക്കെ കേട്ട്. എന്തായാലും ഇവിടുത്തെ ആളുകളെ സംബന്ധിച്ച് വളരെ ആശങ്കയുണ്ട്. കാരണം 9-ാം തീയതിയാണ് ഏറ്റവും അവസാനമായി ഇവിടെ കടുവയെ കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസ് വനംവകുപ്പ് സ്ഥാപിച്ച ആശങ്കയിലാണ് അവിടെയുള്ള ജനങ്ങളെല്ലാം. ഇന്ന് എന്തായാലും കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ശ്രമങ്ങളാണ് ഉണ്ടാകുന്നത് അല്ലെ?
തീർച്ചയായും സ്മിത, ഇന്ന് മയക്കുവെടി വെച്ച് കൂടാനുള്ള ആ ഒരു ദൗത്യം ഇന്ന് പുനരാരംഭിക്കും. ഇന്നലെ തന്നെ രാവിലെ മുതൽ തന്നെ തുടങ്ങിയതാണ് ആ ദൗത്യം. പക്ഷേ അത് വേണ്ടത്ര വിജയം കണ്ടില്ല. കാരണം ഇന്നലെ കടുവയുടെ സാന്നിധ്യം ഇവിടെയുള്ള ഒരു പറമ്പിൽ, അതായത് തൊട്ടപ്പുറത്ത് ഈ അമരക്കുനി ജംഗ്ഷനിൽ തന്നെ ഒരു ഒഴിഞ്ഞ പറമ്പുണ്ട്, അവിടെ കാഷ്ടം ഉൾപ്പെടെ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെയും ഒരു കൂട് സ്ഥാപിച്ചതാണ്. ഇങ്ങനൊരു കാറ്റൽ ലിഫ്റ്റിംഗ് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു വനംവകുപ്പിന്. അത് കാരണം വലിയ ജാഗ്രത പുലർത്തണമെന്നുള്ള നിർദ്ദേശം വനംവകുപ്പ് ഇന്നലെ തന്നെ നൽകിയതുമാണ്. ആളുകളെ സംബന്ധിച്ച് ആശങ്കയേറുന്ന ഒരു പശ്ചാത്തലം കൂടിയാണുള്ളത്, അല്ലേ? അതെ അതെ അതെ. ഇപ്പോൾ പുതിയ സ്ഥലത്തേക്ക് കടുവ മാറിയിരിക്കുകയാണ്. വനംവകുപ്പിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത് അടിയന്തരമായി കടുവയെ പിടിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ്. ജനങ്ങളാകെ ആശങ്കയിലാണ്. ഈ ആശങ്ക മാറ്റാനുള്ള ഇടപെടൽ വനംവകുപ്പിന്റെ ഭാഗത്ത് ഉണ്ടാവണം. ഇന്ന് കൂടിനകത്ത് കടുവ കയറാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെ മയക്കോടി ഉൾപ്പെടെ വെച്ച് പിടികൂടാനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് പറയാനുള്ളത്. ആളുകളൊക്കെ പുറത്തിറങ്ങാൻ വലിയ ഭയം കാണിക്കുന്നുണ്ടല്ലോ. പിന്നെ ഭയങ്കര ഭയമാണ്. ഇപ്പോൾ രാവിലെ ഇന്ന് രാത്രിയാണ് ചേച്ചി എന്നെ വിളിക്കുന്നത്, ആടിനെ പിടിച്ചെന്ന് പറഞ്ഞു. ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങാൻ പറ്റില്ല. ഞങ്ങൾ ലൈറ്റ് ഇട്ട് നോക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ പുറകെ കൂടിയാണ് ഇതിനെ വലിച്ചുകൊണ്ട് പോയത്, ആടിനെ വലിച്ചുകൊണ്ട് പോയത്. എന്തായാലും വലിയ ആശങ്കയുണ്ട്. നമുക്ക് ആ സ്ഥലം ഒന്നും കൂടി കാണാം. അതായത് കടുവ ഈ വീടിന്റെ ഓരത്തുകൂടി എത്തുകയായിരുന്നു. പിന്നീട് ശബ്ദം കേട്ട് ഈ കേശവനും ഒപ്പം തന്നെ ഭാര്യയും പുറത്തിറങ്ങി. ആ പുറത്തിറങ്ങിയ ശേഷം വരുമ്പോൾ കാണുന്ന കാഴ്ച ആടിനെ വലിച്ചു കൊണ്ടുപോകുന്നതാണ്. ഇതിനിടയിൽ ഇങ്ങനെ വലിച്ച് കൊണ്ടുപോയി ഈ കാട്ടുംകൂട് തകർത്ത് അതിന്റെ പിറകിലേക്കാണ് കൊണ്ടുപോകുന്നത്. പിറകിലേക്ക് കൊണ്ടുപോയി ഏതാണ്ട് മീറ്ററുകൾ മാത്രം അപ്പുറത്താണ് ഈ ആടിന്റെ ജഡം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ തെരച്ചിലിൽ കണ്ടെത്തിയത്. അങ്ങനെ കണ്ടെത്തിയപ്പോൾ അത് അവിടെ ഒരു കൂടുകൂടി ഇപ്പോൾ നിലവിൽ സ്ഥാപിച്ചിട്ടുണ്ട്. കടുവ വീണ്ടും എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ്. മാത്രമല്ല തെർമൽ ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്നലെ രാത്രിയിലും തെരച്ചിൽ നടത്തിയതാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുമുണ്ട്. മാനന്തവാടിയിൽ നിന്നുള്ള പ്രത്യേക RRT സംഘം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ വലിയ നടപടി, വലിയ സന്നാഹത്തോടു കൂടിയുള്ള നടപടി വനംവകുപ്പ് നടത്തുന്നുണ്ട്. മാത്രമല്ല ഡോക്ടർ അരുൺ സക്രിയ മാത്രമല്ല ഇവിടെ DFO നേരിട്ടെത്തി, DFOയുടെ നേതൃത്വത്തിൽ അജിത് കെ രാമന്റെ നേതൃത്വത്തിലാണ് ഇതിന്റെ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ചെതലത്ത് റേഞ്ച് ഓഫീസറായിട്ടുള്ള രാജീവും ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. പക്ഷേ കടുവയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ പോലും അത് കൂട്ടിൽ കയറുന്നില്ല. ഇത് കൂടിന് സമീപത്ത് വരെ എത്തി എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നത്. കൂടിന് സമീപത്ത് എത്തിയെങ്കിലും അതിൽ കൂട്ടിൽ കയറിയില്ല എന്നുള്ളതാണ്. ക്യാമറ ട്രാപ്പിൽ അടക്കം ഈ കടുവയുടെ ദൃശ്യങ്ങൾ കുടുങ്ങിയിട്ടുണ്ട്. ലൈവ് ക്യാമറ സ്ട്രീമിങ്ങിലും ഇതിന്റെ ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്നു. എന്തായാലും ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക നിലനിൽക്കുന്ന പശ്ചാത്തലമാണുള്ളത്. കാരണം ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട്. അല്ല, കടുവ ഇതിലെ കൂടെ വന്നേന്ന് പറയാറുണ്ട്. ഈ സൈഡിൽ കൂടെ വന്നു, ഇതിലെ കൂടെ എടുത്ത് ചാടിയത്. പാടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഒക്കെ മാഞ്ഞു പോയി. എല്ലാവരും വന്നപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചോണ്ടിരിക്കുമല്ലായിരുന്നു. അന്നേരം എടുത്ത് ചാടി, ഒച്ച കേട്ട്. അന്നേരം ഞാൻ പറഞ്ഞ് കടുവയാന്ന് പറഞ്ഞു. വന്ന് നോക്കുമ്പോൾ അതിനെയും വലിച്ചുകൊണ്ട് പോയി. കുഞ്ഞുങ്ങളെ രണ്ടേയും കാണാനും ഇല്ല. 4 ആടുണ്ടായിരുന്നു. തള്ളേനെ നല്ല കറവയുള്ള ആടായിരുന്നു. കറന്നുകൊണ്ടിരിക്കണം ഞങ്ങൾ രാവിലെ. അങ്ങനെ ആ ചേച്ചി പാവ ആടിനെ കടുവ കൊന്നത്, അതിനെക്കുറിച്ച് വളരെ സങ്കടത്തോടെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഇന്നിപ്പോൾ ഒരു പരിഹാരം ആകട്ടെ. ഇപ്പൊ പത്രങ്ങൾ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നോക്കാം, അല്ലേ? വാർത്തകൾ. അതെ, ഇപ്പോൾ മലയാള മനോരമ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ വളരെ ചെറിയ രീതിയിൽ മേളിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, ലോസ് ആഞ്ചലസിൽ കാട്ടുതീ പടരുന്നു എന്നുള്ളതാണ്. ഇന്നലെയും കുറച്ച് മലയാളികളൊക്കെ അവരുടെ ആശങ്കകൾ പറഞ്ഞു. പക്ഷേ അവർക്ക് ആർക്കും അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും ആ കാട്ടുതീ പടരുന്നു എന്ന വാർത്ത വരുന്നുണ്ട്. പ്രചാരണത്തിന് ക്രൗഡ് ഫണ്ടിങ്ങുമായി ഡൽഹി മുഖ്യമന്ത്രി. പ്രചാരണത്തിനായി ഫണ്ട് പിരിക്കുന്നതിൽ പുതിയ രീതിയിലേക്ക് പോവുകയാണ് ഡൽഹി മുഖ്യമന്ത്രി. ജമൈമയ്ക്ക് കന്നി സെഞ്ചുറി, ഇന്ത്യക്ക് പരമ്പര. നമുക്ക് അഭിമാനിക്കാവുന്ന വാർത്തയാണ്. മാതൃഭൂമി പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ ഇന്നലത്തെ പിച്ചി ഡാം റിസർവോയറിൽ വീണ 4 പെൺകുട്ടികളിൽ ഒരാൾ മരിച്ചു എന്ന വെളുപ്പിന് വന്ന വാർത്തയാണത്. അവരത് കൊടുത്തിട്ടുണ്ട്. അലീന എന്ന പെൺകുട്ടി, അലീന ഷാജൻ, 16 വയസ്സ്. പട്ടിക്കാട് ചുങ്കത്ത് ഷാജന്റെയും സജിയുടെയും മകൾ അലീനയാണ് മരിച്ചത്. മറ്റ് 3 പേരുടെ ആരോഗ്യനില ഇന്ന് രാവിലെ തന്നെ നമ്മൾ പറഞ്ഞു. ഗൗരവമായി തന്നെ, അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. അതിതീവ്ര പരിചരണ വിഭാഗത്തിലാണ് 3 പേര്. എന്തായാലും കുട്ടികൾ ആരോഗ്യത്തോടുകൂടെ വരട്ടെ എന്ന ഒരു പ്രതീക്ഷയോടുകൂടെ നമ്മളിപ്പോൾ മോർണിംഗ് വാക്ക് അവസാനിപ്പിക്കുകയാണ്.